ഒരാന ഒരു കാട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ആ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ആന നോക്കുമ്പോഴത്തേക്ക് ആകാശത്ത് ചില പറവകൾ പറന്നു പോകുന്നത് കണ്ടു. ആനയ്ക്കൊരു ആഗ്രഹം, എനിക്കും ആ പറവകളെ പോലെ പറക്കണം. ആന ഇങ്ങനെ പുറവൊക്കെ ഇട്ട് അടിച്ചെങ്കിലും ആനയ്ക്ക് പറക്കാൻ കഴിഞ്ഞില്ല. ആന വളരെ നിരാശതയിലായി. എന്നാൽ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോൾ കണ്ടു, ഒരു മുയല് വന്ന് മാളം ഉണ്ടാക്കിയിട്ട് ആ മാളത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതൊരു മാളം ഉണ്ടാക്കി. എന്നാൽ അതിനെ കാല് വെച്ചപ്പോൾ തന്നെ മാളം പൊട്ടിപ്പോയി. ആന വളരെ നിരാശയായി. എനിക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ, മറ്റുള്ളൊരു പോലെ പണിയാൻ പറ്റുന്നില്ലോ. എന്നാൽ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ ആന നോക്കിയപ്പോൾ ഒരു വണ്ട് ഒരു വൃക്ഷത്തിൽ നിന്ന് മൂളിപ്പാട്ടുകൾ പാടുകയാണ്. ആന പാട്ട് പാടി നോക്കി, പക്ഷെ പാട്ട് ഒത്തില്ല. ആന വളരെ നിരാശയായി. ആന കരഞ്ഞ് കരഞ്ഞ് ക്ഷീണിച്ച് കിടക്കുമ്പോൾ ഈ പരുന്തും മുയലും ഈ വണ്ടെല്ലാം അടുത്തു വന്ന് ചോദിച്ചു, എന്ത് പറ്റി ആനെ, നീ ഇങ്ങനെ കരയാൻ കാരണം എന്താണ്? ആന പറഞ്ഞു, എനിക്ക് നിങ്ങളെപ്പോലെ പറക്കാൻ കഴിയുന്നില്ല, എനിക്ക് നിങ്ങളെപ്പോലെ മാളം ഉണ്ടാക്കാൻ കഴിയുന്നില്ല, എനിക്ക് നിങ്ങളെപ്പോലെ പാട്ടുപാടാൻ കഴിയുന്നില്ല, എനിക്ക് യാതൊരു കഴിവും ഇല്ല എന്ന് പറഞ്ഞു. മുയലും വണ്ടൊക്കെ വിളിച്ചു പറഞ്ഞു, ആനെ, നീ എന്ത് ഭോഷത്വമാണ് വിളിച്ചു പറയുന്നത്? നീ അറിയുമോ, ഞങ്ങൾക്കില്ലാത്തൊരു ശക്തി നിനക്കുണ്ട്. ഞങ്ങൾക്ക് പറക്കാൻ പറ്റുന്നെങ്കിലും ഞങ്ങൾക്കില്ലാത്തൊരു ശക്തി. നീ കാട് വിട്ടിറങ്ങി വരുമ്പോൾ, മരച്ചില്ലകൾ അനക്കിക്കൊണ്ട് വരുമ്പോൾ നിന്നെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയമാണ്. ഞങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു ശക്തി നിനക്കുണ്ട്. പലതും ഇല്ല എന്ന് ജീവിതത്തിൽ നീ പറയുമ്പോഴും നിന്നെ നോക്കി ലോകം പറയുന്നുണ്ട്, അന്ധകാര ശക്തികൾ പറയുന്നുണ്ട്, ഞങ്ങൾക്കില്ലാത്തൊരു ശക്തി നിന്റെ മേലുണ്ട്, ഞങ്ങൾക്കില്ലാത്തൊരു ദൈവകൃപ നിന്റെ മേലുണ്ട്, ഞങ്ങളുടെ മേലില്ലാത്തൊരു അഭിഷേകം നിന്റെ മേലുണ്ട്. ഇല്ലാത്തതിനെ അല്ല തിരിച്ചറിയേണ്ടത്, നിന്നിലുള്ള ദൈവശക്തിയെ തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ബുദ്ധിപദേശമായി ആലോചന പറയുക. കഴിയത്തില്ലെന്നല്ല പറയേണ്ടത്, നിനക്കകത്തൊരു ശക്തിയുണ്ട്. ആ ദൈവത്തിന്റെ ശക്തിയാൽ എനിക്ക് സകലതും സാധ്യമാണെന്ന് തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുകയാണ്.